നമസ്കാരം. ചരിത്ര ഭൂരിപക്ഷവുമായി കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട UDF MLA-മാരിൽ നിന്നും എന്തുകൊണ്ടാണ് ഒരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ കോൺഗ്രസിന്റെ സമാരാധ്യനായ നേതാവായ രാഹുൽ ഗാന്ധിക്ക് കഴിയാതെ പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ എമ്പാടും ഉയരുന്ന ചോദ്യം. 102 MLA-മാരുമായി നിയമസഭയിലേക്ക് ജയിച്ചെത്തിയ ടീം UDF-ൽ 63 കോൺഗ്രസ് MLA-മാരുണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. ഇവിടെ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വന്ന് 10 ദിവസം കഴിയുമ്പോഴും കേരളത്തിലെ മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ ഹൈക്കമാൻഡിന് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായൊരു നടപടിക്രമം മാത്രമാണ്, സ്വാഭാവികമായ വൈകൽ മാത്രമാണ് എന്ന് പറയുമ്പോൾ കേരളത്തിലുള്ള UDF-ന് വോട്ട് ചെയ്ത ആളുകളെ കൊഞ്ഞനം കുത്തി കാണിക്കുന്നതിന് തുല്യമാണ് ഈ പ്രവൃത്തി എന്നാണ് ബഹുമാന്യരായ ഹൈക്കമാൻഡുകളെ അറിയിക്കാനുള്ളത്. 10 ദിവസം കൊടുമ്പിരി കൊണ്ട് ചർച്ച നടക്കുന്നു, ഇപ്പോഴും ചർച്ച നടക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നിട്ടും മുഖ്യമന്ത്രി ആരാണ് എന്നുള്ള ഒരു പേരിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. കേരളത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-നെ നയിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശനും അതുപോലെ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രി സ്ഥാനത്തിന് കടിപിടി കൂടി രംഗത്തുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ചു വന്ന ആളുകളുമാണ്. എന്നാൽ നിയമസഭയിലേക്ക് മത്സരിക്കാതെ താൻ നിയമസഭയിലേക്ക് മത്സരിക്കാനില്ല, കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തനിക്ക് നോട്ടമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 2026 നിയമസഭാ സമ്മേളനത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് സംസാരിച്ച AICC വർക്കിംഗ് ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ ഇപ്പോൾ മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി വാശി പിടിക്കുന്നതാണ് കേരളത്തിലെ ഏറ്റവും വലിയ സങ്കീർണതകളൊന്ന്. ഇതുതന്നെയാണ് ഹൈക്കമാൻഡിന് മുന്നിലുള്ള കീറാമുട്ടിയും. രമേശ് ചെന്നിത്തലയിൽ നിന്നോ VD സതീശനിൽ നിന്നോ ഒരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കണമെങ്കിൽ ഒരുപക്ഷെ ഇതിനോടകം തന്നെ അവരിൽ ആരെങ്കിലും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തേനെ. എന്നാൽ AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണമെന്ന താല്പര്യത്തോടു കൂടി കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരെ സ്വാധീനിച്ചുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരിൽ മഹാഭൂരിപക്ഷത്തിനും താനാണ് നിയമസഭാ കക്ഷി നേതാവായി വരേണ്ടത് എന്നുള്ള അഭിപ്രായമാണ് എന്ന് ഹൈക്കമാൻഡിന് മുന്നിൽ ആ MLA-മാരെ കൊണ്ട് പറയിപ്പിക്കുകയും കേരളത്തിൽ നിന്നുള്ള MP-മാരിൽ ഭൂരിപക്ഷവും KC വേണുഗോപാലിന് അനുകൂലമായി നിലപാട് ഉറപ്പിക്കുകയും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും വേണുഗോപാലിന് അനുകൂലമായി ഒരു തീരുമാനം അറിയിക്കുകയും ചെയ്തതോടുകൂടി കേരളത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ പട നയിച്ച് UDF-നെ സമന്നതമായ വിജയത്തിലേക്ക് എത്തിച്ച VD സതീശൻ ഏതാണ്ട് പടിക്ക് പുറത്താകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിയുന്നു. ഇവിടെയാണ് രാഹുൽ ഗാന്ധിയെയും ഹൈക്കമാൻഡിനെയും എല്ലാം അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കുന്ന ഒരു പണി നടക്കുന്നത്. വേണുഗോപാലുമായി രാഹുൽ ഗാന്ധിക്ക് വളരെയധികം ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ വേണുഗോപാൽ പറയുന്നതിനപ്പുറത്തേക്ക്, വേണുഗോപാലിൻ്റെ താല്പര്യത്തേക്ക് അപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധിക്ക് ഇക്കാര്യത്തിൽ പോകാൻ സാധിക്കില്ല എന്ന് ചില ആളുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ വേണുഗോപാലിൻ്റെ വാക്ക് കേട്ടുകൊണ്ടോ അല്ലെങ്കിൽ MLA-മാരുടെ ഭൂരിപക്ഷമുണ്ട് എന്നുള്ള വസ്തുത മാത്രം കണക്കിലെടുത്തുകൊണ്ടോ ഒരു കാരണവശാലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാലിനെ പരിഗണിക്കാൻ പാടില്ല എന്നാണ് മുതിർന്ന നേതാക്കളെല്ലാവരും പറയുന്നത്. കാരണം ജനങ്ങളാണ് രാഷ്ട്രീയ പാർട്ടികളുടെ യജമാനന്മാർ. അവർ വോട്ട് ചെയ്താൽ മാത്രമേ, അവർ വിശ്വാസത്തോടുകൂടി നമ്മളെ കണക്കിലെടുത്താൽ, നമുക്ക് വോട്ട് ചെയ്താൽ മാത്രമേ അധികാരം കൈവരൂ. അതുകൊണ്ട് വോട്ട് ചെയ്ത ജനങ്ങളാണ് നമ്മുടെ യജമാനന്മാർ എന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവായ VM സുധീരൻ പറഞ്ഞത്. ജനകീയ സ്വീകാര്യത മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ വിസ്മരിച്ചുകൊണ്ട് MLA-മാരുടെ എണ്ണം മാത്രമുണ്ട്, ഭൂരിപക്ഷമുണ്ട് എന്ന് കണക്കാക്കി KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കരുത് എന്ന് തന്നെയാണ് VM സുധീരൻ എടുത്തു പറഞ്ഞത്. ഇതേ അഭിപ്രായം തന്നെയാണ് AICC-യുടെ ഉപദേശക സമിതി അംഗമായ മുതിർന്ന കോൺഗ്രസ് നേതാവുമായ AK ആന്റണിയും പറഞ്ഞത്. അതായത് ജനവികാരം മാനിക്കാതെ ഭൂരിപക്ഷം മാത്രം കണക്കിലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ കൈവക്കുന്ന MLA-മാരുടെ എണ്ണം മാത്രം കണക്കിലെടുത്തുകൊണ്ട് ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ പാടില്ല, ജനവികാരത്തെ മറന്നുകൊണ്ട് മാനിക്കാതെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് AK ആന്റണിയും പറയുന്നു. ഇവിടെ ഹൈക്കമാൻഡ് അക്ഷരാർത്ഥത്തിൽ വെട്ടിലാകുന്നു. എന്നാൽ ഹൈക്കമാൻഡ് വെട്ടിലാകേണ്ട യാതൊരു ആവശ്യകതയും ഇതിലില്ല. കാരണം MP-മാർ മത്സരിക്കേണ്ടതില്ല, നിലവിലെ MP-മാർ നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടതില്ല എന്ന ഒരു നിയമം കോൺഗ്രസിനകത്തുള്ളപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് നിലവിൽ ആലപ്പുഴയിൽ നിന്നും MP ആയ വേണുഗോപാൽ കേരള നിയമസഭയിലേക്ക് ഭരണം കിട്ടുമ്പോൾ മുഖ്യമന്ത്രിയായി വരണം എന്നുള്ള താല്പര്യം പ്രകടിപ്പിച്ചത്? അത് നിയമവിരുദ്ധം തന്നെയാണ്, കോൺഗ്രസിൻ്റെ ചട്ടങ്ങൾക്ക് വിരുദ്ധം തന്നെയാണ്. അതെന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി KC വേണുഗോപാലിനെ പറഞ്ഞ് മനസ്സിലാക്കിക്കാതിരുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ എമ്പാടും ഉയർന്ന ചോദ്യങ്ങൾ. അപ്പോൾ ഇനി കേരളത്തിൽ അടുത്ത കാലത്തൊന്നും ഭരണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തനിക്ക് മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത ഉണ്ടാകില്ല. അതുകൊണ്ട് ഇപ്പോൾ കേരളത്തിൽ ഭരണം കിട്ടിയതിൻ്റെ പേരിൽ തനിക്ക് മുഖ്യമന്ത്രിയായി കളയാം എന്നുള്ള KC വേണുഗോപാലിൻ്റെ താല്പര്യം തന്നെയാണ് ഇവിടെ പ്രകടീകൃതമായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല
കേന്ദ്രത്തിൽ ഇനി അടുത്തെങ്ങും കോൺഗ്രസിന് മന്ത്രിസഭ കിട്ടില്ല. BJPയുടെ തേരോട്ടത്തിനിടയിൽ ഒരു കാരണവശാലും കോൺഗ്രസ് നയിക്കുന്ന ഒരു മന്ത്രിസഭ കേന്ദ്രത്തിൽ വരില്ല എന്ന് AICCയുടെ ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലിന് അറിയാം. കാരണം ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസ് അധികാരത്തിലുള്ള 2 സംസ്ഥാനങ്ങളാണ്, അല്ലെങ്കിൽ കോൺഗ്രസിന് വേരോട്ടുള്ള 2 സംസ്ഥാനങ്ങളാണ് ഇപ്പോൾ കർണാടകയും തെലങ്കാനയും അതുപോലെ കേരളവും. കേരളത്തിൽ പാർട്ടി അധികാരത്തിൽ വരുന്ന സന്ദർഭത്തിൽ പാർട്ടി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന അവസരത്തിൽ നടത്തിയ പ്രഖ്യാപനങ്ങളെയെല്ലാം മറികടന്നുകൊണ്ട് ഞാൻ മത്സരരംഗത്തേക്കില്ല, മുഖ്യമന്ത്രി സ്ഥാനത്തേക്കില്ല, കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്ക് മത്സരിക്കുന്ന ആളുകളുടെ പേരുകളിലേക്ക് എൻ്റെ പേര് വലിച്ചഴിക്കരുത് എന്നൊക്കെ പറഞ്ഞ KC വേണുഗോപാൽ ഇപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി കടിപിടി കൂടുന്നത്, ഹൈക്കമാൻഡിനെ സങ്കീർണതയിൽ എത്തിച്ചത് എന്ന് പറയുമ്പോൾ, രാഹുൽ ഗാന്ധി വേണുഗോപാലിനെ ഇത്തരം കാര്യത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായും രാഹുൽ ഗാന്ധിക്ക് കൂടി വേണുഗോപാലിൻ്റെ ഈ താല്പര്യത്തിന് പുറകിൽ അറിവുണ്ടായിരുന്നു, പങ്കുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കേരളത്തിലെ ജനങ്ങളെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ കബളിപ്പിക്കുകയായിരുന്നു എന്ന് വേണം ഇതിൽ നിന്നും ഊഹിക്കാൻ. കേരളത്തിലെ ജനങ്ങൾ UDFകാർ മാത്രമല്ല LDF അനുകൂലികൾ പോലും ഇക്കുറി UDFന് വോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 102 സീറ്റ് എന്ന ഗംഭീര വിജയവുമായി UDFന് അധികാരത്തിൽ വരാൻ കഴിഞ്ഞത്. അങ്ങനെയെങ്കിൽ UDFന് അനുകൂലമായി വോട്ട് ചെയ്ത ആളുകളെ കൊഞ്ഞനം കുത്തി കാണിക്കുന്നതിന് തുല്യമായൊരു പ്രവൃത്തി തന്നെയാണ് ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അവർ UDFനെ നയിച്ച, അതായത് UDFന് ഒറ്റക്കെട്ടായി നയിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി നിലവിൽ വരണം. 10 വർഷം കേരളം ഭരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഏത് വിധേനയും ഇടതുപക്ഷ സർക്കാരിനെ താഴെയിറക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇടതുപക്ഷക്കാരും വലതുപക്ഷക്കാരും ഇനി മറ്റേതെങ്കിലും പക്ഷക്കാരുണ്ടെങ്കിൽ ആ പക്ഷക്കാരുമെല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് തന്നെയാണ് VD സതീശൻ നയിക്കുന്ന UDFന് വോട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ VD സതീശന്റെ നേതൃത്വത്തിലുള്ള ഒരു മന്ത്രിസഭ കേരളത്തിൽ അധികാരത്തിൽ വരണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് അവരെല്ലാവരും വോട്ട് ചെയ്തിരിക്കുന്നത്. അത്തരം വോട്ട് ചെയ്ത ആളുകളെ തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും ഹൈക്കമാൻഡും കൂടി കൊഞ്ഞനം കുത്തി കാണിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം മത്സരിച്ച് ജയിച്ച ആളുകളിൽ നിന്നും പാർലമെന്ററി ലീഡറിനെ കണ്ടെത്താൻ സാധിക്കാതെ മത്സരിക്കാതെ പുറത്തുനിന്ന് ഒരാളെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി നടത്തുന്ന പൊറോട്ട് നാടകങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഹൈക്കമാൻഡ് തടയിടാത്തത്, അല്ലെങ്കിൽ സുല്ലു പറയാത്തത് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. ഇതിനെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ തന്നെയാണ് കേരളത്തിലെ MLA ആയ മുൻ MP ആയ K മുരളീധരനും തുറന്നടിച്ചത്. അതായത് MLAമാർ കൈവെക്കുന്നു, അവരുടെ ഭൂരിപക്ഷം കണ്ടുകൊണ്ട് മാത്രം ജനകീയ വികാരം മാനിക്കാതെ ജനസ്വീകാര്യതയില്ലാത്ത ഏതെങ്കിലും നേതാക്കളെ മുഖ്യമന്ത്രിയായി കെട്ടിയിറക്കാൻ പാടില്ല എന്നാണ് K മുരളീധരൻ രാഹുൽ ഗാന്ധിയെ അറിയിച്ചത്. രാഹുൽ ഗാന്ധി ഏറ്റവും കൂടുതൽ സംസാരിച്ചതും K മുരളീധരനോടാണ്. മുരളീധരൻ അപ്പോൾ ചില വസ്തുതകൾ തുറന്നു പറഞ്ഞു. മറ്റ് MLAമാരോ MP മാരോ അല്ലെങ്കിൽ മുൻ KPCC പ്രസിഡന്റുമാരോ രാഹുൽ ഗാന്ധിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാത്ത പല കാര്യങ്ങളും K മുരളീധരൻ രാഹുൽ ഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. KC വേണുഗോപാലിനെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും രാജിവയ്പ്പിച്ച് മുഖ്യമന്ത്രിയാക്കുകയാണെങ്കിൽ തീർച്ചയായും KC വേണുഗോപാലിനെ ഇരിക്കൂർ പോലുള്ള ഏതെങ്കിലും മണ്ഡലത്തിൽ നിർത്തി വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചേക്കും. എന്നാൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലം കോൺഗ്രസിന് നഷ്ടമാവും. അവിടെ കഴിഞ്ഞ തവണ 3 ലക്ഷത്തിലധികം വോട്ട് നേടിയ BJPയുടെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ വീണ്ടും മത്സരിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ, നരേന്ദ്രമോദി തന്നെ അവിടെ പ്രചരണ യോഗത്തിലെത്തുകയാണെങ്കിൽ, ശോഭാ സുരേന്ദ്രന്റെ പ്രചരണവുമായി എത്തുകയാണെങ്കിൽ തീർച്ചയായും സുരേഷ് ഗോപിക്ക് ശേഷം വീണ്ടും ഒരു MP കൂടി കേരളത്തിൽ നിന്നും ആലപ്പുഴയിൽ നിന്നും BJPക്ക് കിട്ടും എന്ന് തന്നെയാണ് K മുരളീധരൻ തുറന്നടിച്ചത്. ഇപ്പോഴത്തെ ലോക്സഭയിലെ കോൺഗ്രസിന്റെ MPമാരുടെ നില വെച്ച് നോക്കുമ്പോൾ ഇനിയും ഒരു MP കൂടി നഷ്ടമായി കഴിഞ്ഞാൽ അത് കോൺഗ്രസിനെ താങ്ങാവുന്നതിലും അധികമായിരിക്കും എന്ന് തന്നെയാണ് K മുരളീധരൻ സൂചിപ്പിച്ചത്. KC വേണുഗോപാൽ രാജിവെക്കാൻ എളുപ്പമുണ്ട്. പക്ഷേ രാജിവെച്ചാൽ എവിടെ നിന്നെങ്കിലും ചിലപ്പോൾ കോൺഗ്രസിന്റെ ഏതെങ്കിലും സീറ്റിൽ നിന്ന്, ഉറച്ച സീറ്റിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുമായിരിക്കും. പക്ഷേ ആലപ്പുഴ ലോക്സഭാ സീറ്റ് നഷ്ടമാകുമെന്നുള്ള യാഥാർത്ഥ്യം മുരളീധരൻ രാഹുൽ ഗാന്ധിയെ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല MLAമാർ കൈപൊക്കിയതുകൊണ്ട് മാത്രം, MPമാർ അനുകൂലിച്ചുകൊണ്ട് മാത്രം, ആ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം കേരളത്തിലെ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുകയാണെങ്കിൽ ആ മുഖ്യമന്ത്രിക്ക് ജനകീയ സ്വീകാര്യതയില്ലെങ്കിൽ തീർച്ചയായും അവരത് അംഗീകരിക്കില്ല. മാത്രമല്ല ഘടകകക്ഷികളുടെ താല്പര്യവും ഇതിൽ പ്രധാനം തന്നെയാണ്. UDF എന്ന സംവിധാനമാണ് മത്സരിച്ചത്. കോൺഗ്രസ് ഒറ്റയ്ക്കല്ല മത്സരിച്ച്, കോൺഗ്രസ്, മുസ്ലിം ലീഗ്, RSP, കേരള കോൺഗ്രസ് എന്നിങ്ങനെയുള്ള ഘടകകക്ഷികളുമായി ചേർന്ന് UDF എന്ന മുന്നണി ഉണ്ടാക്കി ആ മുന്നണിക്ക് വേണ്ടിയാണ് വോട്ട് ചോദിച്ചത്. അങ്ങനെയെങ്കിൽ ഘടകകക്ഷികളായ മുസ്ലിം ലീഗിനും കേരള കോൺഗ്രസിനും RSPക്കുമെല്ലാം മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നുള്ള താല്പര്യമുണ്ടാകും. അവരെ കൂടി കേൾക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് K മുരളീധരൻ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞത്. അക്ഷരാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ഇതെല്ലാം കേട്ട് ധർമ്മസങ്കടത്തിലാവുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തു തന്നെയായാലും കേരളത്തിലെ കോൺഗ്രസ് വിശ്വാസികളുടെ, അല്ലെങ്കിൽ കോൺഗ്രസിന് അനുകൂലമായി VD സതീശൻ നയിച്ച UDFന് അനുകൂലമായി വോട്ട് ചെയ്തവരുടെ വികാരം കണക്കിലെടുക്കാതെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ, അതായത്
മത്സരത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഒരു സ്ഥാനാർത്ഥിയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെട്ടിയിറക്കിയാൽ അത് കോൺഗ്രസിന്റെ അന്ത്യമായിരിക്കും ഉണ്ടാക്കുക എന്ന് തന്നെയാണ് കെ മുരളീധരൻ രാഹുൽ ഗാന്ധി അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വി ഡി സതീശന് അനുകൂലമായ ഒരു തീരുമാനമായിരിക്കുമോ രാഹുൽ ഗാന്ധി പറയുക, അഥവാ കെ സി വേണുഗോപാലിനെ തന്നെ മുഖ്യമന്ത്രിയാക്കുമോ, ഇനി ഇവർ രണ്ടുപേരും വേണ്ട രമേശ് ചെന്നിത്തല ആവട്ടെ എന്നുള്ള തീരുമാനത്തിലെത്തുമോ, അഥവാ ഈ 3 പേരും വേണ്ട നാലാമതൊരാൾ ആരെങ്കിലും ആകട്ടെ എന്നുള്ള തീരുമാനമെടുക്കുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കാം.